യുഎസും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഗൾഫ് മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുകയാണ്. ദുബായ്, ദോഹ, അബുദാബി തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങൾ അടച്ചിട്ടു. ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ്, ഒമാൻ, സിറിയ, ഖത്തർ എന്നിവിടങ്ങളിലെ വ്യോമാതിർത്തികളും അടച്ചു. സുരക്ഷ മുൻനിർത്തി പല ഗൾഫ് രാജ്യങ്ങളിലും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചിരിക്കുകയാണ്. അബുദാബി, ദുബായ്, ദോഹ എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നതിനാൽ മലയാളികളടക്കമുള്ള പ്രവാസികൾ ആശങ്കയിലും ഞെട്ടലിലുമാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ പ്രതിസന്ധി മൂലം ചില സ്ഥലങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ ദൗർലഭ്യം അനുഭവപ്പെടുന്നതും താമസക്കാരെ വലയ്ക്കുന്നു. യൂറോപ്പ്, ആഫ്രിക്ക, പടിഞ്ഞാറൻ ഏഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള യാത്രയെ സംഘർഷം വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ, കോഴിക്കോട് വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകൾ തടസ്സപ്പെട്ടു. സ്ഫോടനങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ യാത്രക്കാർ യാതൊരു കാരണവശാലും വിമാനത്താവളത്തിലേക്ക് പോകരുതെന്നാണ് ദുബായ് എയർപോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശമുള്ളത്. പ്രമുഖ എയർലൈനുകൾ യാത്രക്കാർക്കായി ടിക്കറ്റ് റീബുക്കിംഗും റീഫണ്ടും അടക്കമുള്ള പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാർച്ച് 5 വരെയുള്ള യാത്രകൾക്ക് അധിക ചെലവില്ലാതെ റീബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മുഴുവൻ തുകയും റീഫണ്ടായി നേടാനോ സൗകര്യം എയർ ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. മാർച്ച് 7 വരെ യാത്ര പുനഃക്രമീകരിക്കാനോ റീഫണ്ട് വാങ്ങാനോ ഉള്ള അവസരം ഇൻഡിഗോ നൽകുന്നു. മാർച്ച് 5-നോ അതിനു മുമ്പോ ടിക്കറ്റ് എടുത്തവർക്ക് 20 ദിവസത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന രീതിയിൽ സൗജന്യമായി റീബുക്ക് ചെയ്യാനോ റീഫണ്ട് ആവശ്യപ്പെടാനോ സാധിക്കുമെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. യാത്രയ്ക്ക് മുൻപായി എയർലൈനുമായി ബന്ധപ്പെട്ട് സർവീസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു മാത്രം യാത്രകൾ പ്ലാൻ ചെയ്യുക.